ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നായിരുന്നു അല്ലേ. എല്ലാ ഇലക്ഷനും കഴിഞ്ഞു, ഏത് കക്ഷിക്കാണ് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് എന്നൊക്കെ അറിഞ്ഞിട്ടും രണ്ടാഴ്ചത്തോളം ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുത്തു. ചർച്ച തന്നെ. അപ്പോൾ ഒരു ഭാഗത്ത് അവർ പറഞ്ഞത് ഒരു ഒരു ഇടതുപക്ഷത്തിന് കാണിക്കാനായിട്ട് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് ഒരു ഗാലക്സി ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗാലക്സി ആൾക്കാർ ഉണ്ടായതാണോ ഈ പ്രശ്നം നമുക്കറിയില്ല. അതിൽ നിന്നും കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടായത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കാനായിട്ട് ഇത്രയും നാളെ പിടിച്ചു. അവസാനം ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ജനഹിതം പോലെ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുന്നുണ്ടല്ലോ, ഇത് നമുക്ക് ബിഗ് ബോസിന്റെ ഒക്കെ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കില്ല ആരായിരിക്കും വിന്നർ എന്നുള്ളത്. ഓരോ റിവ്യൂവേഴ്സും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഇന്ന ആൾക്കാണ് കൂടുതൽ വോട്ട്, ഇന്ന ആൾക്കാണ് കൂടുതൽ വോട്ട്, ഇന്ന ആളായിരിക്കും ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്താൻ പോകുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. ഒരുപാട് ബിഗ് ബോസിന്റെ റിവ്യൂവേഴ്സ് ഇതിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ പ്രമുഖ ചാനലുകൾ തമ്മിലുള്ള ഒരു മത്സരം. ഇവരെ പറയും ഇന്ന ആളാണ്, അപ്പം അടുത്ത ആൾ പറയും ഇന്നയാളാണ് കൂടുതൽ അർഹൻ, ഇന്നയാളാണ് കൂടുതൽ അർഹത. അങ്ങനെ ഭയങ്കര എല്ലാവരും ഒരു മത്സരമായിരുന്നു. ഇത് കാണാനായിട്ട് പൊതുജനങ്ങൾ ഇരിക്കുന്നവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഇതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനോ മുഖ്യമന്ത്രിക്ക് ഇത്രയൊരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ പറയാറില്ല, ഇപ്പൊ ബിഗ് ബോസിലൊക്കെ ഒരു PR കൊടുത്തിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഹൈപ്പിൽ കൊണ്ട് നിർത്തുന്നത്, അതേപോലെയൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കണ്ടത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് ആരായിരിക്കും എന്ന് വെച്ചാൽ അവസാനം ഒരാളെ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും കൂടെ സന്തോഷം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആവേശത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഇതും അതുപോലെ തന്നെയാണ് കണ്ടിട്ടുണ്ടാവും. കാരണം നമുക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും എല്ലാ പ്രതിഭാസം എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം എന്തായാലും അവസാന തീരുമാനം എത്തിയിരിക്കുന്നു. കേരളം പുതിയ ഒരു ഇതിലേക്ക് പോവുകയാണ്. നല്ലതോ മോശമോ എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. എന്തായാലും ഭരണം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എത്തരത്തിലുള്ള ഭരണ മാറ്റമാണ് ഉണ്ടായിരിക്കുക, വികസന പദ്ധതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം ഇനി വരും ദിവസങ്ങളിലേ നമുക്ക് അറിയുള്ളൂ. ഇനി വരും വർഷങ്ങളിൽ നമുക്ക് അറിയാം. ഇനി ആ പാർട്ടിയിൽ തന്നെ എന്തെങ്കിലും ഉൾപോരുകളോ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവുമോ, ഇനി പ്രതിപക്ഷമായിട്ടുള്ള LDF ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്, അവരുടെ സമരങ്ങളും അവരുടെ ധർണകളും അവര് നിയമസഭയിലെ എങ്ങനെയാണ് ഈ 35 MLA-മാരെ വെച്ചിട്ട് എങ്ങനെയായാലും അവർ ശക്തമായ പ്രതിപക്ഷമായിട്ട് നിൽക്കാൻ പോകുന്നതൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ കേരളത്തിൽ. ഇനി ഒരുപാട് സംഭവ വികാസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് നല്ല വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനായിട്ട് പോകുന്നത്. ആ പദ്ധതികളെല്ലാം വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുമോ, അതെല്ലാം പരാജയപ്പെടുമോ, ജനങ്ങൾ ഇത് എങ്ങനെ ഏറ്റെടുക്കും, ഇത് ചെയ്തില്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും, ഇതൊക്കെ കാണാൻ പോവുകയാണ്. ഈ ഒരു 5 വർഷം ഒന്നും വേണ്ട, ഒരു വർഷത്തിനുള്ളിലും അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇതെല്ലാം അറിയാൻ പറ്റും. നല്ല രീതിയിൽ നല്ല വികസന പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയോട് മുന്നോട്ട് പോകണം. ജനം കൈയടിച്ച് സ്വീകരിക്കുന്ന കാര്യം ഉറപ്പാണ്. ജനത്തിന് അത് മതിയല്ലോ. നന്മ ചെയ്യുന്നത് ആരാണോ അവരെ കൈയടിച്ച് ജനം സ്വീകരിക്കും. ഇനി ഒരു കാര്യത്തിലും ഒരു പ്രോമിസും നടന്നു പോകുന്നില്ലെങ്കിൽ ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ തന്നെ തിരിച്ച് പറയാൻ തുടങ്ങും, സമരത്തിലേക്ക് പോകും, ഭയങ്കര കലുഷിതമാകും. അപ്പൊ എന്തായാലും ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് എല്ലാ ജനങ്ങളും നോക്കിക്കൊണ്ടിരിക്കണം എങ്ങനെയായിരിക്കും പുതിയ ഗവൺമെന്റിന്റെ ഭരണം. കാരണം വെച്ചാൽ ഇതുവരെയ്ക്കും നമ്മൾ ഭരിച്ച് കാണാത്ത ഒരു നേതാവാണ് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ഇപ്പൊ മുമ്പുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെ. ചില വ്യക്തികളൊക്കെ മുഖ്യമന്ത്രി ആയിട്ടുള്ളതാണ് ഇപ്പൊ ഏത് പാർട്ടിയിലാണെങ്കിലും. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ നമ്മുടെ പിണറായി സഖാവ് ആണെങ്കിൽ അദ്ദേഹം ആദ്യം വന്നപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇപ്പൊ VS അച്യുതാനന്ദൻ സഖാവിൽ നിന്നും എങ്ങനെയാണ് പിണറായി സഖാവിന്റെ ഭരണം ഉണ്ടാവുന്നത് എല്ലാവരും ഉറ്റുനോക്കി. അങ്ങനെയാണ് അദ്ദേഹം ആ കോവിഡ് സമയത്തും പ്രളയ സമയത്തും ഒക്കെ എല്ലാവരും ചേർത്ത് പിടിച്ചതൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി പുതിയ മുഖ്യമന്ത്രി വരുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ നയങ്ങൾ, അദ്ദേഹം എങ്ങനെയായിരിക്കും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്, കേരളത്തിന്റെ ഉയർച്ച എങ്ങനെയായിരിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പടരാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴുള്ള വികസനം എത്രത്തിൽ ഇനി മുന്നോട്ട് പോകുന്ന ഒക്കെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം ഇപ്പൊ സത്യത്തില് എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ് എന്നതാണ് സത്യം. കാരണം ഇലക്ഷന്റെ ആ ഒരു ബഹളം തീരും,
മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടുകൂടി അത് തീരും, മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അത് തീരും, പിന്നെ ഭരണത്തിലോട് കടക്കാണ്. കേരളം മുൻപുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക്, നോർമലായിട്ടൊരു അവസ്ഥയിലേക്ക് പോവാണ്. അപ്പോൾ ഈ എല്ലാ ജനങ്ങളും ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഞങ്ങൾക്ക് ഇന്നത് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് വരെ കിട്ടിയിരുന്നു അതിന് തുടർന്ന് കിട്ടും എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടായിരിക്കും. അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ആകാംക്ഷയുള്ള ജനങ്ങളുണ്ട്. ഇപ്പം കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളിലേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇനിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണല്ലോ പുതിയൊരു ഗവൺമെന്റിനെ ഇപ്പം എന്തായാലും തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇവരെല്ലാവരും വോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. അത് അവർ കൊടുത്ത വാഗ്ദാനമാണ്, പ്രോമിസാണ്, അത് നിറവേറ്റുന്നുള്ള പ്രതീക്ഷയോട് കൂടി ചെയ്തത്. അപ്പം ആ ഒരു ആകാംക്ഷയോട് കൂടിയാണ് ബഹുഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും മുന്നോട്ടുള്ള ഇനി ഭരണം എങ്ങനെയായിരിക്കും നോക്കാം. നല്ല രീതിയിൽ പോകട്ടെ അല്ലേ. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത്. കക്ഷി രാഷ്ട്രീയം എന്നത് മാറ്റിവെച്ചാൽ കേരളത്തിൻ്റെ നന്മ, ക്ഷേമം ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല നല്ല വികസിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി വരണം. പ്രത്യേകിച്ച് യൂത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ ഒരുപാട് ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അവരുടെയൊക്കെ ഇനിയുള്ള ഫ്യൂച്ചറിൽ എന്തൊക്കെ പുതിയ പദ്ധതികളായിരിക്കും വരുന്നത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ എന്തായിരിക്കും, തൊഴിൽ മേഖലകളിൽ എന്തൊക്കെ പുതിയ നയങ്ങളായിരിക്കും വരുന്നത്, പുതിയ പദ്ധതികൾ എന്തായിരിക്കും, ഇപ്പോൾ നിലവിലുള്ള പദ്ധതികളേക്കാളും ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പദ്ധതികളുടെ ഒരു തുടർച്ചയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനും എല്ലാവരും പോലെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ് എന്നാലും 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ ഗവൺമെൻറ് വരും എന്നാണ് കേട്ടത്. എന്തായാലും മന്ത്രിമാർ ഏത് വകുപ്പിലെ ഏതൊക്കെ മന്ത്രിമാരായിരിക്കും എന്നതും ആൾക്കാർ, കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, വിദ്യുത് ശക്തി, ആഭ്യന്തരം, ഇതിലൊക്കെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കണം. അതിനേക്കാൾ ഉപരിയാണ് ആരോഗ്യരംഗം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും